ഹായ്, ഞാൻ രാഘവൻ മാഷ്. സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസ് സ്കൂൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇതിൽ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ മെനി പെയർസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ദർ സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 63? അവിടെ 3, 4, 5, 2 നമുക്ക് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി പെയർസ് ഓഫ് നാച്ചുറൽ നമ്പർ, എത്ര പേര് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പറുകളെയാണ് നാച്ചുറൽ നമ്പർ പറയുക. അങ്ങനെയുള്ള എത്ര ജോഡികളുണ്ട്, എങ്ങനെയായിരിക്കണം ആ ജോഡിയുടെ പ്രത്യേകത, പേരിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ്, ആ നമ്പറുകളുടെ സ്ക്വയർ ഡിഫറൻസ് പറഞ്ഞാൽ മലയാളത്തിൽ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസം, സ്ക്വയർ ഡിഫറൻസ് എത്രയായിരിക്കണം? 63 ആയിട്ട് വരണം. അപ്പൊ എന്താണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ആന്ന് വിചാരിക്കുക, മറ്റേ നമ്പറിന്റെ വൈ സ്ക്വയർ ആന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എത്ര കിട്ടണം? 63 കിട്ടണം. അങ്ങനെ വരുന്ന രീതിയിൽ എക്സിനെയും വൈനെയും കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, ഓക്കെ, ഈക്വൽ ടു 63. ഓക്കെ, ഇവിടെ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ? 63 എന്ന് പറയുന്നത് ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സമ്മതിച്ചോ? രണ്ടും കൂടെ ഗുണിക്കുമ്പോഴാണ് ഇത് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 63 വരുന്ന രണ്ടെണ്ണം ഗുണിക്കുന്ന നമ്പർ ഏതെല്ലാം ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഒന്ന് 63 ഇൻറ്റു 1 63 ആണ്. പിന്നെ എന്തുണ്ട്? 21 ഇൻറ്റു 3 63 ആണ്. പിന്നെ നമുക്ക് വരുന്നത് 9 ഇൻറ്റു 7 63 ആണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയ 63? ഇല്ല. ഇത്രയും നമ്പറുകളാണ് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് 63. അപ്പൊ നോക്കുക, ഇതും മൾട്ടിപ്ലൈ ചെയ്ത് 63 കിട്ടുമ്പോ ഇത് രണ്ടും ഗുണിച്ചാൽ നമുക്കറിയാം 63 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ഇതും വെച്ചിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. അതെങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 63, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 2x ഈക്വൽ ടു 64 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 32 കിട്ടും. എക്സ് 32 കിട്ടിക്കഴിഞ്ഞാൽ വൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 31. ഓക്കെ, 32 31 കൂട്ടിയാൽ നമുക്ക് 63 കിട്ടും. അപ്പൊ എക്സ് കിട്ടി, വൈ കിട്ടി. അപ്പൊ ഒരു പേര് നമുക്ക് കിട്ടി. എന്ത്? 32 31 32 31. അതായത് 32ന്റെ സ്ക്വയറിൽ നിന്ന് 31ന്റെ സ്ക്വയർ കുറച്ചാൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 63 കിട്ടുന്ന അർത്ഥം. രണ്ടാമത്തെ നോക്ക്, എക്സ് പ്ലസ് വൈക്ക് പകരം നമുക്ക് എത്ര എഴുതാം? 21. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിൽ തന്നെ പറയാൻ പറ്റും. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പൊ അതിൽ നിന്ന് എത്ര കിട്ടും? 2x ഈക്വൽ ടു 24. രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 12. എക്സ് 12 ആവും. വൈ എത്ര? 9. വൈ ഈക്വൽ ടു 9. 12 പ്ലസ് 9 21. അപ്പൊ രണ്ടാമത്തെ പേർ നമുക്ക് കിട്ടി 12 9. ഇനി മൂന്നാമത്തത് നമുക്ക് കിട്ടും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. രണ്ടും കൂടെ ആഡ് ചെയ്താല് 2x ഈക്വൽ ടു 16. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് 8 കിട്ടും. എക്സ് 8 ആയ വൈ എത്ര? വൈ ഈക്വൽ ടു 1. മൂന്നാമത്തത് കിട്ടും 8 1. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നോക്ക്, 8ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 63 കിട്ടും. 64 മൈനസ് 1 63, 144 മൈനസ് 81, ഇതെല്ലാം കിട്ടുന്നതാണ്. അപ്പൊ എത്ര പേര്, നമ്പർ ഓഫ് പേഴ്സ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്ര പേരുകൾ നാച്ചുറൽ നമ്പറിലുണ്ട്? അപ്പൊ ആൻസർ 1 2 3. എത്ര പേഴ്സ്? 3 പേഴ്സ്. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ആൻസർ 3 പേഴ്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി ഓർമ്മിച്ച് ചെയ്യാനുള്ള ഒരു മെന്റൽ, ആ ഒരു തരത്തിലുള്ള മാനസിക അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സ്ഥിരം ക്വസ്റ്റ്യൻസ് ഈ മോഡല് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.